പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉപവാസത്തിലും വേർപെട്ടിരുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ തക്കവണ്ണം കുതിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉൾത്തടങ്ങളിൽ ദൈവം തരുന്ന ചില ആത്മീക ചിന്തകളുണ്ട്. ചിലപ്പോൾ ആ ചിന്ത എനിക്ക് തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ആഴമേറിയ ദൈവശബ്ദമായിരിക്കും. അതെന്നെ ഒത്തിരി രൂപാന്തരമാക്കി എൻ്റെ ആത്മീയ ജീവിതത്തെയും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ചില നാളുകളായിട്ടുള്ള എൻ്റെ ആത്മീക ശുശ്രൂഷയിൽ വചനത്തിൻ്റെ ചില വെളിപ്പാടുകൾ എനിക്ക് തന്നെ ചിന്തിച്ചിട്ട് അതിൻ്റെ അന്തം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ട് അത്രമാത്രം ആഴമായ വെളിപ്പാടുകൾ സ്വർഗം എനിക്ക് തരാറുണ്ട്. അത് ദൈവമക്കളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ആത്മീക ശുശ്രൂഷയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കഴിയുന്നിടത്തോളം ഞാൻ ഉപയോഗിക്കാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്ന കാര്യം. വ്യക്തികളെ കാണുവാനോ അവരോട് സംസാരിപ്പാനോ ചിലപ്പം സാഹചര്യം ഒത്തു എന്ന് വരികയില്ല. എന്നാൽ ഈ മീഡിയ അനേക കുടുംബങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക് അനുഗ്രഹമായി മാറുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒത്തിരി ആൾക്കാർ അതിനോട് പ്രതികരിച്ച് സംസാരിച്ച് ശുശ്രൂഷകൾക്ക് എനർജറ്റിക് എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന നിലയിലേക്ക് ആക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. അവരെ വിശേഷ ഞാൻ വളരെയധികം നന്ദിയോടെ ഓർക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയും ആത്മീയ പിന്തുണയും ഇനിയും അത്യാവശ്യമാണ് എന്ന് ഒന്നുകൂടി താഴ്മയോടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് എൻ്റെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് തന്ന ഒരു നിയോഗം ദൈവമക്കളുമായി ഒരു ചെറിയ സന്ദേശമായിരിക്കും ഷെയർ ചെയ്യുന്നത്. ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ദൈവം പ്രതിഫലങ്ങൾ നൽകുന്നുവോ? ആ പ്രതിഫലങ്ങൾ ദൈവം തരുന്നുവെങ്കിൽ എന്താ ആ പ്രതിഫലത്തിൻ്റെ പുറകിൽ കർത്താവിൻ്റെ ഉദ്ദേശം? ദൈവ സമ്മാനങ്ങൾ തരുമോ? തരുമെങ്കിൽ സമ്മാനം തന്ന എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന ചില ചോദ്യങ്ങൾക്കുള്ള ലഘുവായ വചനത്തിൻ്റെ ചില സന്ദേശങ്ങൾ മാത്രം. ഒന്ന്, ദൈവം പ്രതിഫലങ്ങൾ തരുന്നുവോ? ഡസ് ഗോഡ് റിവാർഡ്? ദൈവം പ്രതിഫലം തരുന്നുണ്ട്. നിശ്ചയമായും ദൈവം പ്രതിഫലം തരുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം പ്രതിഫലം നൽകുന്നു. ആ പ്രതിഫലത്തിൻ്റെ സവിശേഷത ഒത്തിരി ശ്രേഷ്ഠമാണ് എന്ന് നമുക്കറിയാം. ഇനി പ്രതിഫലം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ കർത്താവിന് മഹത്വം കൊടുക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അത് തെറ്റാണോ എന്നൊരു ചിന്ത ഉണ്ടാവും. ഒരിക്കലും തെറ്റല്ല. അതിന് കാരണം തൻ്റെ മക്കൾ, അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മക്കൾ വിശ്വസ്തയോടും വിശുദ്ധിയോടും പരമാർത്ഥ ഹൃദയത്തോടും നമ്മുടെ അപ്പനായ കർത്താവിനെ സേവിക്കുന്നത് കൊണ്ട് സ്വർഗസ്ഥനായ പിതാവാം ദൈവം തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് പ്രതിഫലം, അല്ലെങ്കിൽ അംഗീകാരം, അല്ലെങ്കിൽ റിവാർഡ്. ഒന്നുകൂടി ഞാൻ വാക്ക് പറയാം. എബ്രാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നാണ്. മറ്റാരെയും അന്വേഷിക്കാതെ സൃഷ്ടാവം ദൈവത്തെ അധികം അന്വേഷിക്കുന്നു എന്ന് സ്വർഗത്തിലെ കർത്താവിന് തോന്നിക്കഴിഞ്ഞാൽ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ വാക്ക്, മുമ്പേ അവൻ്റെ നീതിയും രാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും തരും എന്ന് പറയുമ്പോൾ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കർത്താവിനെ അന്വേഷിക്കുക, കർത്താവിനോട് പറയുക, കർത്താവിനോട് സംസാരിക്കുക, കർത്താവുമായിട്ട് ആൾഭേദ്യ ബന്ധം സ്ഥാപിച്ചു പോവുക. ഇത് നിമിത്തം ദൈവം നിശ്ചയമായി പ്രതിഫലം തരും. അത് കർത്താവ് തരുന്ന ഒരു പോയിൻ്റാണ്, അല്ലെങ്കിൽ റിവാർഡാണ്.
അത് വാങ്ങണം. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഒന്നാമത്തെ വാക്ക് ഞാൻ ആവശ്യപ്പെടുന്നു. ദൈവം പ്രതിഫലം നൽകുന്നുവോ? നിശ്ചയമായ ദൈവം പ്രതിഫലം നൽകുന്നു. എന്തിനാണ്? ഒന്ന്, കർത്താവിനെ അന്വേഷിക്കുന്നതുകൊണ്ട്. സീക്ക് ദ ഫസ്റ്റ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈറ്റ്നെസ്. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവനീതിയിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു വലിയ പ്രതിഫലം കർത്താവിൻ്റെ ആത്മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഈ പോയിന്റിന് മുമ്പിൽ കർത്താവിനെ അന്വേഷിക്കാതെ മറ്റു പലതിനെ അന്വേഷിക്കുന്നുവെങ്കിൽ കം ബാക്ക്, മടങ്ങി വരാം. കർത്താവിനെ അന്വേഷിക്കാം. ഒരു വലിയ പ്രതിഫലം കർത്താവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രതിഫലം കർത്താവ് വെച്ചിട്ടുണ്ട് എന്ന വാക്കാണ്. ഇനി എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ അത് പ്രതിഫലം എന്നൊരു സാധാരണ പദം കൊണ്ടല്ല പറയുന്നത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യമാണ്. അപ്പോൾ അതിനകത്ത് 3 കാര്യം: ധൈര്യമുള്ളവർ, 2 സഹിഷ്ണുതയുള്ളവർ. അപ്പോൾ ആ വാക്ക് മഹാപ്രതിഫലമുള്ള ധൈര്യം കളയരുത്. അപ്പോൾ മൂന്നാമത്തെ ദൈവ ഇഷ്ടം ചെയ്യുക. അപ്പോൾ ധൈര്യമുള്ളവർ, ദൈവ ഇഷ്ടം ചെയ്തവർ, സഹിഷ്ണുതയുള്ളവർ. അപ്പോൾ ദൈവ ഇഷ്ടം ചെയ്യുകയും സഹിഷ്ണുതയോടെ ജീവിക്കുകയും മഹാധൈര്യത്തോടെ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവ് പ്രതിഫലം വെച്ചിരിക്കുന്നു എന്നൊരു വാക്കല്ല, ആ പ്രതിഫലത്തിന് മഹാപ്രതിഫലമെന്നാണ്. ദൈവമക്കൾക്ക് ആ ദൂത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം വെച്ചിരിക്കുന്ന നിശ്ചയമാണ്. 2, ധൈര്യം, കോൺഫിഡൻ്റ്, ഹൃദയത്തെ ഏകാഗ്രതമാക്കി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി തൻ്റെ ഹൃദയം കൊടുക്കാതെ. നമുക്കറിയാം, ഉത്തമഗീതത്തിനകത്ത് ഒരിടയ ചെറുക്കനെ കാണുന്നുണ്ട്, ഒരിടയ പെൺകുട്ടിയെ കാണുന്നുണ്ട്, ലോകസ്നേഹത്തിൻ്റെ പ്രതിയായിട്ട് ശലോമനെ കാണുന്നുണ്ട്. ശലോമൻ്റെ വിശേഷതകൾ, ശലോമൻ്റെ കൊട്ടാരത്തിൻ്റെ സവിശേഷതകൾ, തൻ്റെ പ്രൗഢി, തൻ്റെ സമ്പത്ത്, തൻ്റെ പ്രശസ്തി ഒക്കെ ലോകസ്നേഹത്തിൽ നിഴലാൻ നിൽക്കുമ്പോൾ ഇടയ പെൺകുട്ടിയെ കൊണ്ടുപോയി കൊട്ടാരത്തിൽ കൊണ്ടുപോയി അവിടെ സവിശേഷത കാണിച്ച് തൻ്റെ ഭാര്യമാരെ ഒരുത്തിയാക്കി മാറ്റുവാൻ തക്കവണ്ണം ലോകസ്നേഹത്തിന് പ്രതിയായിട്ട് ശലോമൻ സമർപ്പിക്കപ്പെട്ടപ്പോൾ, താല്പര്യപ്പെട്ടപ്പോൾ ഇടയച്ചെറുക്കനുടെ മാത്രം ധൈര്യത്തോടെ ആ കോൺഫിഡൻറ്റ് ബിൽഡപ്പ് ചെയ്തതുപോലെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് കീഴടങ്ങുന്നില്ല. അതൊരിക്കലും കീഴടങ്ങുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അത് കീഴ്പ്പെടുത്താൻ തക്കവണ്ണം പറ്റും. അത്രമാത്രം സ്വാധീനമുണ്ട് ലോകശക്തിക്ക്. പക്ഷെ അവിടെയും ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ധൈര്യത്തോടെ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു മഹാപ്രതിഫലമുണ്ടെന്നാണ്. 2, ദൈവ ഇഷ്ടം ചെയ്യുക എന്ന വാക്കാണ്. അപ്പോൾ ദൈവ ഇഷ്ടം ചെയ്യുന്നതെന്ന ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാണ്. അപ്പോൾ ഒന്ന്, ആ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. 2, ക്രിസ്തുവിൽ ഏകാഗ്രതയോടെ ജീവിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ പ്രതിഫലം ദൈവം കൊടുക്കുന്നു. 3-ാമത്തെ വാക്ക്, ദൈവ ഇഷ്ടം ചെയ്യുന്നവർക്ക് കർത്താവിൻ്റെ ആത്മാവ് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അമ്മേ 4-ാമത്തെ വാക്കിൽ പറഞ്ഞ വാക്കാണ് സഹിഷ്ണുതയോടെ. വചനം പറയുന്നു ജോബിൻ്റെ സഹിഷ്ണുത, ഇയ്യോബിൻ്റെ സഹിഷ്ണുത. അപ്പോൾ ആ ഇയ്യോബിൻ്റെ സഹിഷ്ണുതയ്ക്ക് ഇരട്ടി എന്ന പദത്തിലേക്ക് വരുമ്പോൾ പ്രതിഫലത്തിന് ഇരട്ടിപ്പ് വരുന്നു. സിംഗിൾ അല്ല, ഡബിൾ അല്ല, 1000 മടങ്ങിലോട്ട് കർത്താവിൻ്റെ ആത്മ മാറ്റിയാൽ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ ദൈവം പ്രതിഫലം തരുന്നുവോ എന്ന് പറഞ്ഞാൽ നിശ്ചയമായി ദൈവം പ്രതിഫലം തരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതയിൽ കൂടെയോ ഒറ്റപ്പെട്ട് ജീവിതത്തിൽ ത്യാഗം സഹിച്ച് ജീവിക്കുന്നവരെയും കൂടെ ജീവിതത്തിനകത്ത് ഒത്തിരി കയ്പുകാടി വലിച്ചു കുടിച്ച് രോഗങ്ങൾ, ദുരിതങ്ങൾ, കടങ്ങൾ, നഷ്ടങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വരുമാനമില്ലായ്മകൾ, കുഞ്ഞുങ്ങളുടെ ഭാവി മണ്ഡലങ്ങൾ, തലമുറകളുടെ വിഷയമായി ഇങ്ങനെ ഒത്തിരി വിഷയം, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർ ശുശ്രൂഷ സംബന്ധ വിഷയത്തിനകത്ത് അനുഭവിക്കുന്ന ദുരിതങ്ങൾ, കഷ്ടതകൾ, ഒറ്റപ്പെടലുകൾ ഒക്കെ ദൈവാത്മാവ് കുറിച്ച് വെച്ചിട്ട് അതിനൊക്കെ സഹിഷ്ണുതയോടുകൂടെ അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടെ അല്ലെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്ത് പൂർണ്ണമായിട്ട് പോകുന്നവർക്ക് സ്വർഗം വെച്ചിരിക്കുന്നത് സാധാരണ പ്രതിഫലമല്ല, അതൊരു മഹാപ്രതിഫലമാണ്.
ആ മഹാപ്രതിഫലം പ്രാപിപ്പാൻ നിശ്ചയമായും ദൈവമക്കളെ ഉത്സാഹിപ്പിക്കുന്നു. ഒരു വാക്കുകൂടി ആ ഭാഗത്ത് നിൽക്കാം. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിച്ച് അർപ്പിച്ച് യേശു ക്രിസ്തുവുമായി ഒരു സുഹൃത്ത് ബന്ധമുണ്ടാക്കി മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തു ഒരു ദൈവമെന്ന് നമുക്കറിയാം എങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി ഒരു സുഹൃത്തിനെ പോലെ തോളെ കൈയിട്ട് കൊഞ്ചിച്ചും ലാളിച്ചും സംസാരിച്ചും ഹൃദയം തുറന്നും യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ശ്രേഷ്ഠ പ്രതിഫലം വെച്ചിട്ടുണ്ട്. അത് ഒരു വലിയ പ്രതിഫലം നൽകുവാൻ തക്കവണ്ണം കർത്താവിന് ഇഷ്ടം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു. ഈ പ്രതിഫലങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹപ്രണങ്ങൾ ആണ്. പരമാർത്ഥ ഹൃദയം കളയാതെ ശക്തിയോടെ പോയാൽ ആർക്കും ലഭിക്കത്തക്കവണ്ണം പ്രതിഫലങ്ങൾ നിരവധിയായി ദൈവം നിരത്തി വച്ചിട്ടുണ്ട്. ഇന്ന് ഈ മീഡിയയിൽ കൂടെ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ഒരു ആത്മീയ ബന്ധം മറ്റാരേക്കാളും ക്രിസ്തുവിനോട് കൂടെ ചേർത്ത് വെച്ച് സഞ്ചരിക്കുവാൻ കഴിയുമെങ്കിൽ ആ പ്രതിഫലത്തിൻ്റെ ശക്തി നിസ്സാരമല്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. ഈ സന്ദേശം ചില വ്യക്തികളെ, കുടുംബങ്ങളെ, സഭകളെ കർത്താവിൻ്റെ ആത്മാവ് രൂപാന്തരമാക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരും, പ്രതിഫലം തരും. സ്തോത്രം. സഹിഷ്ണുതയോടെ, ധൈര്യത്തോടെ ഞാൻ ഓരോ പദങ്ങൾ വെച്ച് അല്പം വിശാലമായിട്ട് എനിക്ക് ശുശ്രൂഷിക്കുകയോ സംസാരിക്കുകയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. വീഡിയോ ലെങ്ത് കൂടിയാൽ എല്ലാവരും കേൾക്കാൻ ഉത്സാഹം കാണിക്കത്തില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ വളരെ ഷോർട്ടായിട്ട് ആ വാക്ക് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. 2, ധൈര്യം ബിൽഡപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രതിഫലമുണ്ട്. 3-ാമത്തെ വാക്ക്, ദൈവസന്നിധിയിൽ കർത്താവിന് ഇഷ്ടം ചെയ്യുന്നവർക്ക് കർത്താവ് പ്രതിഫലം വെച്ചിട്ടുണ്ട്. 4-ാമത്തെ വാക്ക്, സഹിഷ്ണുതയോടുകൂടെ ജീവിക്കുന്നവർക്ക് കർത്താവ് പ്രതിഫലം വെച്ചിട്ടുണ്ട്. 5-ാമത്തെ കാര്യം ഒന്ന് പറയട്ടെ, ക്രിസ്തുവുമായിട്ട് അതായത് ഉത്തമഗീതം 5-ാം 10-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അതിന് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവനത്രേ എൻ്റെ പ്രിയൻ, ഇവനത്രേ എൻ്റെ സ്നേഹിതനെന്ന് ശൂലമി പറയുന്ന വാക്ക് പോലെ ക്രിസ്തുവിനെ ഒരു സ്നേഹിതനെ പോലെ സുഹൃത്തായിട്ട് എപ്പോഴും തൊട്ടുരുമി തോളോട് തോൾ ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ജീവിത സമയത്തോളം അവർക്ക് ലഭിക്കുന്നത് മഹാപ്രതിഫലമാണ്. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ പ്രതിഫലം. സ്വർഗം, ഭൂമി എല്ലാം കർത്താവിൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് എസ്തറിനെ ചോദിച്ചത്, പറ, രാജ്യത്തിൻ്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞുവെങ്കിൽ രാജ്യത്തിൻ്റെ പകുതി അല്ലല്ലോ ക്രിസ്തുവിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യം മുഴുവനും. എല്ലാം ക്രിസ്തുവിന് എന്തുണ്ടോ അതെല്ലാം ദൈവം ഇഷ്ടം ചെയ്ത് ക്രിസ്തുവുമായിട്ട് അഭേദ്യ ബന്ധം സ്ഥാപിച്ച് തരുമെങ്കിൽ നമ്മുടെ കടഭാരം മാറാൻ, ബാധ്യത മാറാൻ, ഞരക്കം മാറാൻ, ആത്മീയ ശൂന്യത മാറാൻ, സകല കാര്യത്തിനും അത് ഒരു വിടുതലായിട്ട് പരിണമിക്കുമെങ്കിൽ ഈ സന്ദേശം ദൈവമക്കൾക്ക് ഞാൻ ധൈര്യത്തോടെ ദൂതന് തരുന്നു. പ്രതിഫലമുണ്ട്, നിശ്ചയമായി പ്രതിഫലമുണ്ട്. അത് സാധാരണ പ്രതിഫലമല്ല, ശ്രേഷ്ഠവും മഹാപ്രതിഫലമാണ്. ഞാൻ ഈ വാക്കിനെ കണ്ടിന്യൂ ചെയ്യും. ഇതൊരു ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഞാൻ എപ്പിസോഡിനെ കാണുന്നത്. തുടർന്നും ദൈവമക്കൾ കേൾക്കാൻ തക്ക താല്പര്യപ്പെടൂ. അടുത്ത തലത്തിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, മഹാപ്രതിഫലം കൊടുക്കുന്ന ദൈവം കർത്താവെ, ക്രിസ്തുവിൽ നിന്നും പിതാവാം ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും നിരവധി പ്രതിഫലങ്ങൾ, നന്മകൾ, റിവാർഡ് പ്രാപിക്കാനുള്ള ദൈവമക്കൾ ഈ സന്ദേശം കേട്ടു. അവരത് പ്രാപിച്ച് ഈ ഭൂപരപ്പിൽ ശ്രേഷ്ഠത പ്രാപിപ്പാൻ, നിത്യതയിൽ അത് കയറിപ്പോകുവാൻ അവകാശം കൊടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.